ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനോ അതുപോലെ നമ്മുടെ കമ്പനി ആവശ്യത്തിനോ നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി മറ്റൊരാളുടെ സഹായം കൂടാതെ വളരെ സിമ്പിൾ ആയിട്ട് ഏതാണ്ട് 5 മിനിറ്റിനകം നിങ്ങൾക്ക് തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലോഗോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് സാധിക്കും. നിങ്ങളുടെ കൈവശം ഇനി കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ടും യാതൊരുവിധ ആപ്പിന്റെയും സഹായം കൂടാതെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് എന്നാണ് തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഇതുവരെ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സി ഫസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ഈ ലോഗോ ക്രിയേറ്റ് ചെയ്തതിനായിട്ട് നമ്മൾ ആപ്പിന്റെ സഹായമൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. സോഫ്റ്റ്വെയർ ആപ്പോ ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. മൊബൈലിലാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡെസ്ക്ടോപ്പ് മോഡിലായിരിക്കണം നിങ്ങളുടെ മൊബൈൽ ഉണ്ടായിരിക്കണം. ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം സൈഡ് ഭാഗത്ത് 3 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡ് കിട്ടും. അതിൽ വേണം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. വെബ്സൈറ്റിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. മുകളിൽ അണ്ടോ, റീഡോ, ബാക്ക്ഗ്രൗണ്ട് കളറ്, ഗ്രിഡ്, ന്യൂ, പ്രിവ്യൂ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, യെസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ആഡ് ടെക്സ്റ്റ്, ആഡ് സിമ്പിൾ, ആഡ് ഷേപ്പ്, അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് കാർഡുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാനായിട്ട് സാധിക്കും. നമ്മൾ ബിസിനസ് കാർഡാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് ബിസിനസ് കാർഡുകൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഡെമോകൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആവശ്യമുള്ളത് നമുക്ക് ബാക്കും ഫ്രണ്ടും 2 സൈഡും നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വിഷയം ലോഗോ ക്രിയേറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ആദ്യം നമുക്ക് ആഡ് സിമ്പിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആഡ് സിമ്പിൾ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് കാറ്റഗറി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോഗോ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഇവിടെ ഒരുപാട് കാറ്റഗറികൾ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് നോക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് നിന്നും ഫോട്ടോഗ്രാഫി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫോട്ടോഗ്രാഫി സംബന്ധിച്ചിട്ടുള്ള ഒരു ഈ ലോഗോയാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്നുള്ള കാറ്റഗറി ഞാൻ ചൂസ് ചെയ്തു. അതിൽ തന്നെ ഒരുപാട് ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് ഇതിൽ നിന്നും താഴേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത് അത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷനുകൾ പിന്നെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗവും ഈ കാണുന്നതിലുള്ള ഈ ഭാഗത്തിലുള്ള ഓരോന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം നമുക്ക് ഈ മുകളിലുള്ള ഈ വര വേണ്ട എന്നാണ് കരുതുക. നമുക്ക് ഏതാണോ ഒഴിവാക്കേണ്ടത് ആ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു വര പോലുള്ള ഒരു ഭാഗം കാണും. നമുക്ക് നമ്മുടെ ലോഗോയിൽ അത് ആവശ്യമില്ല, നമുക്കത് ബോറാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് മാത്രം ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു കണ്ണിൻ്റെ ഭാഗം കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇനിയല്ല നിങ്ങൾക്ക് അതിൻ്റെ കളർ മാറ്റാനാണെങ്കിൽ ഇവിടെ കളർ ഇത് സെലക്ട് ചെയ്ത ശേഷം കളർ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിപ്പോൾ അത് മാത്രമായിട്ട് കളയണമെങ്കിൽ ഈ കണ്ണിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുക. അത് മാത്രമായിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും ചേർക്കണമെന്ന് കരുതുക. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഈ ഒരു ഭാഗം, ഈ ബ്ലൂ അതുപോലെ തന്നെ ഈ വൈറ്റ് നമ്മൾ ഒഴിവാക്കാൻ പോവുകയാണ്. ശേഷം നമ്മൾ അവിടെ വേറെ സിമ്പിൾ ആഡ് ചെയ്യുക. അതിനായിട്ട് ആഡ് സിമ്പിൾ എന്ന ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ശേഷം അത് നമ്മൾ ഒന്ന് സൈസൊക്കെ കറക്റ്റ് ആക്കുന്നു. സൈസ് കറക്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് കൊണ്ടുവെക്കുന്നു. ദെൻ നമുക്കിപ്പോൾ ആ ചിത്രം അവിടെ വന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അതിന്റെ കളർ മാറ്റണമെങ്കിൽ ജസ്റ്റ് അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കളർ മാറ്റാനായി സാധിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള കളർ ഏതാണോ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാമറയുടെ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഫയലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിത് മനോഹരമാക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ കുറക്കാൻ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ആഡ് ഷേപ്പ് എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ ഷേപ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഷേപ്സുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുപോലൊരു ഷേപ്സ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു എന്ന് കരുതുക. ശേഷം നമുക്ക് അതിൻ്റെ കളർ വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം. കളർ മാറ്റി കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് അടുത്ത സൈഡിൽ നമുക്കൊന്ന് കൊണ്ട് വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതുപോലൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ പേരോ മറ്റോ എഴുതി കൊടുക്കണമെങ്കിൽ ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളൊരു ടെക്സ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് അഷ്കർ ഉള്ളിക്കൽ എന്ന് ചെന്ന് അഷ്കർ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുന്നു. ശേഷം
നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരു മനോഹരമായ രീതിയിൽ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണ്ട് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാം. നമുക്ക് ആവശ്യമുള്ള സ്റ്റൈൽ ഏതാണോ നമുക്കത് കൊടുക്കാം. ദെൻ നമുക്കതിൻ്റെ കളർ മാറ്റണമെങ്കിൽ നമുക്ക് കളർ മാറ്റാം. നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇതുപോലെ സിംഗിൾ ക്ലിക്കിൽ സാധിക്കും. ദെൻ നമുക്കിത് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. ഇനി അല്ല ഇറ്റാലിക് മോഡലാണെങ്കിൽ വേണമെങ്കിൽ നമുക്കതും ആക്കാനായിട്ട് സാധിക്കും. വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അൺഡു എന്നുള്ള ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പഴയ എഡിറ്റിങ്ങിൽ തന്നെ പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലെയറുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ബ്രിങ് ഫോർവേഡ് അതുപോലെ തന്നെ സെൻഡ് ബാക്ക്വേഡ് എന്നുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഇനി നിങ്ങളുടേതായിട്ടുള്ള ചിത്രം ഏതെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ സേവ് ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടേതായിട്ടുള്ള ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി വാലിഡ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് റീഡയറക്റ്റ് ആയിട്ട് ഇനി എന്തെങ്കിലും എഡിറ്റിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനി എന്തെങ്കിലും അതിനകത്ത് മാറ്റം വരുത്തണമെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഫയൽ കിട്ടണമെങ്കിൽ നമ്മുടെ ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾക്കൊരു ഫയൽ വന്നായിട്ട് ഒരു മെയിൽ വന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്കൊരു ജിപ്പ് രീതിയിലുള്ള ഫയലായിരിക്കും നമുക്ക് ലഭിക്കുക. കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ ജിപ്പ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. മൊബൈലിലാണെങ്കിൽ എസ് ഫയൽ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുപോകാം. ദെൻ നമ്മൾ ഇവിടെ നിന്നും എക്സ്ട്രാക്ട് കൊടുക്കുന്നു. ഇപ്പം നമുക്ക് ആ ലോഗോകൾ പല ഫോർമാറ്റിൽ ഇവിടെ വന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. JPG ഫോർമാറ്റ് ഉണ്ട്, PNG ഫോർമാറ്റുകൾ കാണാം. അങ്ങനെ ഒരുപാട് ഫോർമാറ്റുകളിൽ നിങ്ങൾക്ക് ഐക്കൺ ഷേപ്പിലുള്ള ഫോർമാറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് PNG ഫോർമാറ്റ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും ഒഴിവായ രീതിയിലുള്ള ഒരു ലോഗോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി JPG ആണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ളൊരു ലോഗോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോഗോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോഗോകളാണെങ്കിൽ അതും ഇതുപോലെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയൽ അതിൻ്റെ വന്നിട്ടുണ്ട് ഇവിടെ. അതും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലോഗോകളും അതുപോലെ തന്നെ വിസിറ്റിംഗ് കാർഡുകളൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കുന്നതിന് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളെ സഹായിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.